ഹലോ എവ്രി വൺ, ഞാൻ സൗത്ത് വെയിൽസിലേക്ക് ഒരു ട്രിപ്പ് പോയിരിക്കുന്നതിൻ്റെ ഒരു വ്ളോഗാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയിരിക്കുന്നത് ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയായിരുന്നേ. അങ്ങോട്ട് ചെല്ലാനായിട്ട് ഒരുപാട് ദൂരം, ഒരു 15 മിനിറ്റ് ഒക്കെ നടക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട റൂട്ടിലുള്ള മാപ്പൊക്കെ ഇങ്ങനെ നമ്മൾ ചെല്ലുന്നിടത്തേക്കാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കാടിൻ്റെ അകത്ത് വഴിയായിരുന്നു കേട്ടോ അങ്ങോട്ടത്തേക്കുള്ള യാത്ര. പിന്നെ എന്താ, വെതർ ആണെങ്കിലും നല്ലൊരു വെതറായിരുന്നു. അധികം ചൂടുമില്ല തണുപ്പുമില്ല, നല്ലൊരു വെതറായിരുന്നു. പിന്നെ ഇതേ പോകുന്ന വഴിക്ക് അങ്ങോട്ടുള്ള റൂട്ട് കാണിക്കുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഈ വാട്ടർഫോൾസിന്റെ ഗുഡ് വാട്ടർഫോൾസ്, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ഇത് വെൽഷ് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് അല്ല. അപ്പൊ ആ ഒരു റൂട്ട് കാണിക്കുന്നതിൻ്റെ അകത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും വാട്ടർഫോൾസിലോട്ട് പോകേണ്ട ഡയറക്ഷനും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നേ. അങ്ങോട്ടേക്ക് ചെന്നെത്താനായിട്ട് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നേ. അപ്പൊ ഈ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിലും ഈ തടി കൊണ്ടുള്ള പാലവും തടി കൊണ്ടുള്ള സ്റ്റെപ്പൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പാലത്തിന് താഴോട്ട് നോക്കിയിട്ട് വെള്ളമൊന്നും അധികം കാണാനില്ല, ചെറുതായി വെള്ളം ഒലിച്ചൊലിച്ച് വരുന്നതേ കാണാനുള്ളൂ. അപ്പോഴേ മനസ്സിലായിരുന്നു ഇപ്പം വെള്ളം അധികം കാണത്തില്ലെന്ന്. പക്ഷെ ഗൂഗിൾ റിവ്യൂസിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അത് കണ്ടിട്ടാണ് ഇവിടെ പോകാന്ന് വെച്ചത് തന്നെ. അങ്ങനെ ഫൈനലി നടന്ന് അങ്ങനെ ആ സ്ഥലത്ത് എത്താറായിട്ടോ. അധികം വെള്ളവും ഇല്ലാത്തത് കൊണ്ടായിരിക്കും, വലിയ ആൾത്തിരക്കൊന്നും ഇല്ലായിരുന്നു ആ സ്ഥലത്ത്. എന്നാലും കുറച്ച് പേര് ആൾക്കാർ വന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പത്തെ ഈ കാണുന്നതാണ് വാട്ടർഫോൾസ്. പ്രതീക്ഷ പോലെ തന്നെ അവിടെ വെള്ളം കുറവായിരുന്നു, ഇച്ചിരി വെള്ളമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് സമ്മർ ആണല്ലോ. തണുപ്പുള്ളപ്പോഴാണെങ്കിൽ ഒട്ടും പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തുമില്ല. ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പേരൊക്കെ അതിന്റെ അടിയിൽ പോയിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളും അങ്ങോട്ടത്തേക്ക് നടന്നു പോകാനായിട്ടുള്ള വഴി ഇങ്ങനെ തപ്പു, എങ്ങനെയാ പോകുന്നതെന്നൊക്കെ. അങ്ങനെ ഫൈനലി വഴി കണ്ടെത്തി. അതിന്റെ സൈഡിൽ കൂടെ നാരോ ആയിട്ടുള്ള വഴി കൂടെ വേണം പോകാനായിട്ട്. വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ പോകാനും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ അടിയിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ മഴയൊക്കെ പെയ്ത് ചാറ്റൽ മഴ പെയ്യത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. അതെ, അവിടുത്തെ റോക്സിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെല്ലാവരും ഇങ്ങനെ പേരെഴുതി വെക്കത്തില്ലേ, അതുപോലത്തെ എവിടെയുള്ളവരും ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന്. വെള്ളം കുറവാണെങ്കിലും ഇവിടുത്തെ സീനറി നല്ലായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആണെങ്കിലും നല്ല രസമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വാട്ടർഫോൾസ് പുറത്തുനിന്ന് നോക്കി കാണുന്നതിനേക്കാളും ഭംഗി ഈ ഒരു വാട്ടർഫോൾസിന്റെ അടിയിൽ വന്ന് നിന്ന് കാണുമ്പോഴത്തേക്കുള്ള ഒരു സീൻ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഈ ഒരു വാട്ടർഫോൾസിനെ ബാക്കിയുള്ള സൗത്ത് വെയിൽസിലുള്ള വാട്ടർഫോൾസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾ പോയിരിക്കുന്നത് ബ്രക്കൺ ബീക്കൺസ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ 4 വാട്ടർഫോൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഒരു വാട്ടർഫോൾസ് ആണ്. പിറ്റേ ദിവസം വേറൊരു വാട്ടർഫോൾസിലും കൂടി ഞങ്ങൾ പോയായിരുന്നേ. അതിന്റെ വീഡിയോ ഞാൻ അടുത്തൊരു വ്ലോഗിലിടാം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചെറിയൊരു നാരോ സ്പേസിലൂടെയാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ അകത്തൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നടക്കാവുള്ളൂ, കാരണം കുറേ പാറകളും ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഒരു വഴിയാണ്. ഞാനാണെങ്കിൽ ക്രോക്സ് ആയിരുന്നു ഇട്ടിരുന്നത്. അതും കൂടെ ആയതുകൊണ്ട് തെന്നാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. ബട്ട് ഒരു വിധത്തിൽ ഞാൻ നടന്ന അപ്രയത്തി. അവിടെ കണ്ടു മഴയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നല്ല വെള്ളമുള്ളപ്പോൾ നല്ല അവിടെ മുഴുവൻ നിറഞ്ഞ് വെള്ളമായിട്ട് കിടക്കണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെന്താ, ദൈവ ആരോഗ്യ ആയുസ്സും തരുവാണെങ്കിൽ പിന്നീട് ഒരിക്കൽ കൂടി വന്ന് കാണാം. ബിക്കോസ് ഇത് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് അധികം ദൂരമൊന്നുമില്ല വെയിൽസിലോട്ട്, ഈ ഒരു സൗത്ത് വെയിൽസിലോട്ട് എത്തിച്ചെല്ലാനായിട്ട്. അറ്റ് എ ടൈം ഒരാൾക്ക് ഈ ഒരു ചെറിയ വഴി കൂടി നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യണത് ഇപ്പോൾ വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞ് ഒരു ഹോളിഡേക്കൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സിറ്റി ചൂസ് ചെയ്യാതെ നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അതാകുമ്പോൾ മെന്റലി നല്ല റിലീഫും പീസ്ഫുൾനെസ്സും ഒക്കെ കിട്ടും. ഈ ഒരു പ്രകൃതി ഭംഗിയും പച്ചപ്പ് ഹരിതാഭയൊക്കെ ആസ്വദിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് വെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ മൗണ്ടെയിൻസും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങളിത് വന്ന വഴിയെ തന്നെ തിരിച്ചിറങ്ങി പോകുകയാണ്. ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി വേണം പോകാനായിട്ട്. ഈ ഒരു ഇറക്കം കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി നടന്നു കഴിയുമ്പോഴത്തേക്ക് കുത്തനെയുള്ള കയറ്റമാണ് കയറാനായിട്ടുള്ളത്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങോട്ടത്തേക്ക് എത്തിച്ചെല്ലാനായിട്ട് നല്ല പാടായിരിക്കും കേട്ടോ, കാരണം അങ്ങോട്ടത്തേക്കും ഇങ്ങോട്ടത്തേക്കുമായിട്ട് നല്ലൊരു ദൂരം തന്നെ നടക്കാനായിട്ടുണ്ട്. അത് കുത്തനെയുള്ള ഇറക്കവും കുത്തനെയുള്ള കയറ്റവുമാണ്. പിന്നെ പോകുമ്പോഴത്തേക്കാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഷൂസ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഇടുക, അല്ലെങ്കിൽ എന്നെ പോലെ ക്രോക്സ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് ബുദ്ധിമുട്ടും. ഹായ് ഗൈസ്, ഇറങ്ങിയ പോലെ എളുപ്പമല്ല ഗൈസ് കയറി വരാനായിട്ട്. ഇത് വലിയൊരു കയറ്റുക. കയറി പകുതി വരെയാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് എന്തുകൊണ്ടും വളരെ നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് പാർക്കിങ്ങിന് അവിടെയായിട്ട് ഒരു കടയുണ്ട് കേട്ടോ, ചെറിയൊരു ഷോപ്പ്. അവിടെ തന്നെ ചെറിയൊരു ഫാമൊക്കെ നടത്തുന്ന, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ചെറിയൊരു ഷോപ്പാണ്. നടന്നു വന്നിട്ട് ക്ഷീണം മാറ്റാനായിട്ട് ഞാൻ ആദ്യം തന്നെ പോയി ഒരു ഡയറ്റ് കോക്ക് എടുത്ത് മേടിച്ച് കുടിച്ചു. പിന്നെ ഞാൻ അവർക്ക് ഫാം ഉണ്ടെന്ന് പറഞ്ഞില്ല, അവരുടെ ഫാമിൽ കണ്ടതാണിത്. കുതിരയാണെന്ന് തോന്നുന്നു. കുതിരയും പിന്നെ ചെമ്മരിയാടുകളും പിന്നെ ആണെങ്കിൽ ഒട്ടകപ്പക്ഷിനെ പോലെ ഇരിക്കുന്ന ഒരു ആനിമൽ ഉണ്ടായിരുന്നു അവിടെ. അത് ശരിക്കും ഒട്ടകപ്പക്ഷിനെ പോലെ ഇരിക്കുന്നെങ്കിലും മൃഗയ എന്നാണ് ആനിമലിന്റെ പേര്. അതിന്റെ ഒറിജിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് സൗത്ത് അമേരിക്കയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഒരു ബർഗർ, അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതുപോലെ ടേസ്റ്റുള്ള ഒരു ബർഗർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഞാനൊരു ബർഗർ ഫാൻ അല്ല, ബട്ട് ദിസ് വൺ ഈസ് അമേസിങ്. ഇവർക്ക് ഫാം ഉള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ചീസും എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബർഗർ സോസ് ഒക്കെ വെച്ച് കോമ്പിനേഷൻ ചെയ്ത് നമുക്ക് കഴിക്കുകയും ചെയ്യായിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സാധാരണ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ലെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷെ ഞാനതൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒന്നുകൂടി ഓർഡർ ചെയ്യും. ഇവിടുത്തെ ബർഗർ എനിക്ക് ഇഷ്ടമില്ലാത്തതിന്റെ മെയിൻ റീസൺ പറയുമ്പോൾ ആ ബണ്ണിന് മധുരം ഇല്ലാത്തതാണ്. പക്ഷേ ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി
അപ്പോൾ ഇത്രയോളം ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ ചാനലെല്ലാം മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.